തിരുവനന്തപുരം നഗരസഭയിലെ കൌൺസിലർമാരുമായി ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൂടിക്കാഴ്ച നടത്തും. ലോക്ഭവനിൽ വൈകിട്ട് 3 മണിക്കാണ് കൂടിക്കാഴ്ച. വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ 100 കൌൺസിലർമാർക്കും ക്ഷണമുണ്ട്. SP ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, തിരുവനന്തപുരം നഗരസഭയിലെ മുഴുവൻ കൌൺസിലർമാരെയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് മറ്റു വിവരങ്ങൾ? രോഹിണി, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ കൗൺസിലർമാരെയും ഇന്ന് ഒരു ചായ സൽക്കാരത്തിനായിട്ടാണ് ലോക്ഭവനിലേക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് ഈ ഒരു ക്ഷണം. 100 കൗൺസിലർമാരും അതിൽ തന്നെ ഇതുവരെയും ലോക്ഭവനിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ഇതുവരെയും ഒരു കൗൺസിലർമാരെയും ഇത്തരത്തിലൊരു ചായ സൽക്കാരത്തിനായി ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. നടക്കാൻ പോകുന്നത് ഈ ഒരു ഇതിൽ പറയുന്ന കൗൺസിലർമാരുമായിട്ട് നഗരത്തിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ നൽകാൻ പോകുന്ന വികസനത്തെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയുണ്ടാകും ഈ ഒരു ചായ സൽക്കാരത്തിൽ. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ ഈ ഒരു ചായ സൽക്കാരത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വൈകുന്നേരം 3 മണിക്ക് ലോക്ഭവനിൽ വെച്ചിട്ടാണ് ഈ ഒരു ചായ സൽക്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു കൗൺസിലർമാരുമായിട്ടുള്ളൊരു ചായ സൽക്കാരം ഗവർണർ കൊണ്ടുവരുന്നത്. ഇതിനു മുൻപ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഈ ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കാനായി ഗവർണർ ക്ഷണിച്ചിട്ടുണ്ട്. വൈകുന്നേരം 3 മണിക്ക് തന്നെ ഈ ഒരു സൽക്കാരം ഉണ്ടാകും. പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്താണ് ഇത്തരത്തിലൊരു സൽക്കാരം സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കൗൺസിലർമാരും ഇതിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ശ്രീനന്ദ, തുടരുക. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ കൂടി ശ്രീനന്ദയിൽ നിന്ന് അറിയേണ്ടതുണ്ട്. പാർട്ടി പത്രത്തിന്റെ വരിക്കാർക്ക് സ്ഥിര നിയമനം വേണമെന്ന ആവശ്യവുമായി തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ച് CITU. തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്താൻ മന്ത്രി റിപ്പോർട്ട് തേടിയത് CITUവിന്റെ ഈ നിവേദനം പരിഗണിച്ചാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാർട്ടി പ്രവർത്തകരാണെന്നും ദേശാഭിമാനിയുടെ വരിക്കാരാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് CITU ജനറൽ സെക്രട്ടറി വകുപ്പ് മന്ത്രി MP രാജേഷിന് കത്തയച്ചത്. ഭരണമാറ്റം വരുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ജോലി നഷ്ടമാകുമെന്ന ആശങ്കയും കത്തിൽ പങ്കുവയ്ക്കുന്നു. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, വളരെ വിചിത്രമായ ഒരു ആവശ്യമാണ്. പാർട്ടി പത്രത്തിന്റെ വരിക്കാർ എവിടെയൊക്കെ സ്ഥിര നിയമനം നൽകാൻ സാധിക്കുമോ അവിടെയൊക്കെ നൽകണമെന്നുള്ള കത്താണ് CITU ഇപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് അയച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. അത്തരത്തിലൊരു റിപ്പോർട്ട് മന്ത്രി CITUവിന്റെ നിവേദനം പരിഗണിച്ചാണ് നടത്തിയത് എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും രോഹിണി, ഇതൊരു വളരെയധികം വിചിത്രമായൊരു നടപടിയാണ് മന്ത്രി MP രാജേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. CITU നേതാക്കളുടെ നിവേദന പ്രകാരമാണ് അദ്ദേഹം ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ തസ്തികയിലേക്കുള്ള നിയമനം ക്ഷണിച്ചിരിക്കുന്നത്. CITU നേതാക്കൾ നൽകിയ നിവേദനം എന്ന് പറയുമ്പോൾ ഈ ഒരു ജീവനക്കാരെ എടുക്കുന്നതിൽ ദേശാഭിമാനി മുഖപത്രത്തിന്റെ വരിക്കാരെ മാത്രമായിരിക്കണം ഈ ഒരു സ്ഥിര നിയമനക്കാരായി എടുക്കേണ്ടത്. അതുപോലെ തന്നെ CITUവിലുള്ള ആൾക്കാരെ മാത്രമായിരിക്കണം ഈ ഒരു ജോലിയിലേക്ക് ക്ഷണിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ വെച്ചുകൊണ്ടാണ് ഈ നിവേദനം CITU ജനറൽ സെക്രട്ടറി MP രാജേഷിന് നൽകിയത്. ഈ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് MP രാജേഷ് ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള ആളുകളുടെ നിയമനം ക്ഷണിച്ചത് എന്നുള്ളതാണ് വളരെ വിചിത്രകരമായ ഒരു കാര്യം. ഈ നിർദ്ദേശത്തിൽ പറയുന്നത് ഇവർക്ക് സ്ഥിര നിയമനം നൽകിയില്ല. ഈ ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ ഇവരെ വീണ്ടും പറഞ്ഞയക്കും, അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ നിന്ന് പോകേണ്ടി വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവരെ സ്ഥിര നിയമനക്കാരായി എടുക്കണം. അതും എന്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി മുഖപത്രത്തിന്റെ വരിക്കാരാണോ ഇവർ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഈ ഒരു
ഈ ഒരു സ്ഥിര നിയമനം നടത്തേണ്ടത് എന്നുള്ള കാര്യമാണ് CITU ജനറൽ സെക്രട്ടറി MB രാജേഷിന് നൽകിയ കത്തിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MB രാജേഷ് ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള നിയമനം ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിചിത്രമായൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും CITU ഇതിന്റെ വിശദാംശങ്ങളൊന്നും അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊന്നും തന്നെ പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. MB രാജേഷിനോട് ഇക്കാര്യം CITU കത്ത് മുഖേനയാണ് പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരിക്കലും ഒരു പാർട്ടി മുഖപത്രത്തിന്റെ വരിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒരു നിയമനം നൽകാൻ കഴിയില്ല. അത്രയ്ക്കും വിചിത്രകരമായ ഒരു കാര്യമാണ് ഈ ഒരു CITUവിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ അധികം അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. MB രാജേഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം വീഴ്ച നിറഞ്ഞ ഒരു കാര്യമാണ്. ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് മറ്റുള്ള സാധാരണ ജോലി ലഭ്യമായി സ്ഥിര നിയമനത്തിനുള്ള ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നത്. രോഹിണി. അതെ, ബന്ധുക്കാരെയും സ്വന്തക്കാരെയും ഒക്കെ തിരികെ കയറ്റാനുള്ള പ്രവണത പലപ്പോഴും നമ്മൾ കണ്ടതാണ് ഈ സർക്കാരിന്റെ കീഴിൽ. പക്ഷേ ഒരു പാർട്ടി പത്രത്തിന്റെ, ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാരായതിന്റെ പേരിൽ സ്ഥിര നിയമനം വേണമെന്ന ആ വിചിത്ര ആവശ്യമാണ് തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് CITU കത്തയച്ചതിലൂടെ വെളിവാകുന്നത്. എന്തായാലും ഈ CITUവിന്റെ കത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ് അതിലേറെ രസകരമായ മറ്റൊരു വസ്തുതയും. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.